എല്ലാവർക്കും കേൾക്കാം. നമുക്ക് 2 വാക്ക് പ്ലീസ്. ട്രെയിലർ കണ്ട ശേഷം എന്താണ് നോക്കിക്ക് തോന്നുന്നത്? നമസ്കാരം. ഈ സിനിമയിലെ ഈ ട്രെയിലർ ലോഞ്ചിൽ ഞാൻ വരാൻ എന്താണ് കാരണമെന്ന് ഞാൻ തന്നെ ആലോചിക്കാം. കാരണങ്ങൾ വേണമെങ്കിൽ എണ്ണിപ്പെറുക്കാം. വൈഫെയർ ഫിലിംസിൻ്റെയാണ്, നമ്മുടെ വീട്ടിലെ തന്നെ ഒരു കൂട്ടരാണ്. ഇതിൻ്റെ സംവിധായകൻ എനിക്ക് പരിചയമില്ല, വേറെ ആരെയും വലിയ പരിചയമൊന്നുമില്ല, നിർമ്മാതാക്കളെയും പരിചയമില്ല. വൈഫെയർ ഇതിനു മുമ്പ് വേറെ ഒരുപാട് പടം എടുത്തിട്ടുണ്ട്, അവിടെ ഞാൻ പോയിട്ടില്ല. പക്ഷെ ഈ പടത്തിന് വന്നത് എന്താണെന്നാണ് ഞാൻ ഈ പടത്തിന് വിളിക്കാൻ വന്നപ്പോൾ എന്ത് ധൈര്യത്തിലാണ് വിളിക്കാൻ വന്നത് എനിക്ക് അറിഞ്ഞൂടെ. കാരണം ഞാൻ വേറെ എങ്ങും പോയിട്ടില്ലാത്തതുകൊണ്ടാണ്. എന്നെ പേടി ഞാൻ കടുവ പുലിയൊന്നുമല്ല. പുള്ളി വന്ന് ചുമ്മാ രസം, എനിക്ക് അങ്ങനെ ഒരു കുഴപ്പമുണ്ട്, കഥ ചകഞ്ഞ് നോക്കുന്ന പരിപാടി. ഞാൻ ഈ സിനിമയുടെ കഥ ഇങ്ങനെ ചകഞ്ഞ് എൻ്റെ കുറേ കഥ ഇങ്ങനെ ഏകദേശം അവസാനം വരെ പറഞ്ഞു. കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് സിനിമ പൂർണ്ണമായിട്ട് ഇയാൾ പറയുന്ന പോലെ തിയേറ്റർ സ്ക്രീനിൽ വന്നാൽ ഇതുവരെ ഇങ്ങനെ ഒരു സിനിമ ഉണ്ടായിട്ടുണ്ടാവും. ഈ സിനിമയോടുള്ള സമീപനം, ഈ സിനിമ എഴുതിയിരിക്കുന്ന രീതി, അഭിനേതാക്കളുടെ പ്രകടനങ്ങളെല്ലാം വലിയ യവന്മാരാരും അല്ല, എന്നാലും നല്ല അഭിനയം കഴിച്ചു വെച്ച്. ഇപ്പം ഈ ട്രെയിലർ കണ്ടപ്പോഴാണ് എനിക്ക് കുറച്ചുകൂടെ സമാധാനമായത്. വന്നത് വെറുതെ ആയല്ലോ, ഞാൻ പറ്റുമോ. ഗംഭീര ട്രെയിലറാണ്, നല്ല മ്യൂസിക് ഉണ്ട്. പിന്നെ വേറെ ഒരു കാര്യം, ഞാനല്ലോ ഇപ്പോൾ ഈ ഇന്ദ്രൻസ് കണ്ടിട്ട് എന്നോട് ഒരു അക്ഷരം വേണ്ടിയില്ല. ഇടം വരെ വരുമോ എന്നൊന്നും ചോദിച്ചോളൂ. ഞാൻ ഇന്ദ്രൻസ് ആദ്യകാല സിനിമയിലേക്ക് അഭിനയിക്കുമ്പോൾ ഇന്ദ്രൻസിൻ്റെ ഒരു കൈൻഡ് ഓഫ് ബോഡി ഷേമിങ് റോളുകളാണ് അദ്ദേഹത്തിൻ്റെ. അന്നത്തെ കാലം. ഇന്നത്തെ കാലത്തെ പുള്ളി അഭിനയം കൊണ്ട് എല്ലാവരെയും ക്ഷയമായിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ചില സിനിമകൾ അദ്ദേഹത്തിന് കാണുമ്പോൾ അന്ന് വിട്ടിരുന്ന് പോയിട്ടുണ്ട്. അദ്ദേഹത്തിന് ആൾക്കാർ കളിയാക്കി പറഞ്ഞതൊക്കെ അദ്ദേഹത്തിന് ഭയങ്കര പ്ലസ് ആകുകയാണ്. എല്ലാ കുറവുകളും എല്ലാം അദ്ദേഹത്തിൻ്റെ ക്വാളിറ്റികളായി മാറുകയാണ്. ഞാൻ കുറേയേറെ സിനിമകൾ ഇടയ്ക്കിടയ്ക്ക് ഞാൻ കാണും. ആ പമ്പസെറ്റ് സിനിമ, അതിൻ്റെ പേര് പമ്പസെറ്റ്, പേര് ഓർമ്മയുണ്ടോ? എന്തോ പമ്പസെറ്റ്, എന്തോ പമ്പസെറ്റ്, പമ്പസെറ്റ് എന്ന് പറഞ്ഞ സിനിമ, ജലധാര പമ്പസെറ്റ്. അത് നിങ്ങൾ എത്ര പേര് കണ്ടോന്ന് എനിക്ക് അറിഞ്ഞില്ല. നല്ല രസമുള്ള സിനിമയാണ്. പിന്നെ ഒരു സിനിമയുണ്ട്, പറയട്ടെ ഏതായി? ഷിനികാന്ത്, കുട്ടന്റെ ഷിനികാന്ത്. നിങ്ങൾ ആരെയും കണ്ടെന്ന് അറിഞ്ഞൂട. എന്നെ കളിയായിട്ട് കളിച്ചിരിക്കുന്നത് നിങ്ങളാരും വിശ്വസിക്കുന്നില്ല. ഇങ്ങനെയുള്ള ഒരാളാണ് കാലനായിട്ട് അഭിനയിക്കുന്നത്. അത് സൂട്ടൊക്കെ ഇട്ട് സൂട്ട് കേസിൽ 2 ചെരുപ്പായിട്ട് വണ്ടർഫുൾ. അത് നല്ല സിനിമയുണ്ടോ. അതിനകത്ത് മറ്റേ ഇടുക്കി ജാഫറും ഇങ്ങേരും കൂടെ ഞാനാ നീവെന്ന് പറഞ്ഞ് അത്രത്തോളം നല്ല പ്രകടനം കാഴ്ചിട്ടുള്ള ആൾക്കാർ. നമുക്ക് ഈ നടന്മാരുടെ കുറവുകൊണ്ടല്ല, നടന്മാരുടെ ഗുണം മാത്രമെന്നല്ല ഞാൻ പറയുന്നത്. ഒരുപാട് നല്ല കഥകളും കഥാപാത്രങ്ങളും അഭിനയിക്കാൻ അവസരങ്ങളുള്ള കഥയും കഥാപാത്രങ്ങളും മലയാളത്തിലുണ്ടാവുന്നുണ്ട്. അത് നമ്മുടെ ഭാഗ്യമോ നമ്മുടെ പ്രേക്ഷകരുടെ ഭാഗ്യമോ അവരുടെ സഹകരണമോ പ്രോത്സാഹനമോ ഒക്കെ തന്നെയാണ് എല്ലാ സിനിമയും അങ്ങനെ വളരുന്നത്. ഈ സിനിമയ്ക്ക് അവർക്ക് എന്താണെന്ന് അറിയില്ലാത്തൊരു കാര്യം കൊണ്ടാണ് ഞാൻ വന്നത്. ഈ സിനിമയെ ഒന്ന് പരിചയപ്പെടുത്താൻ കൂടെയാണ് എൻ്റെ വരവ്. സിനിമയെ പറ്റി ഒരുപാട് പറഞ്ഞ് പരിചയപ്പെടുത്താൻ പറ്റില്ല. സിനിമയും ഉണ്ട് ഈ സിനിമയിൽ. അങ്ങനെ 3 സിനിമയുണ്ട്. ഒരു സിനിമ, സിനിമയുടെ അകത്തൊരു സിനിമ, പിന്നെ ഒരു സിനിമ. അത് പറയുമ്പോൾ നിങ്ങൾക്കൊന്നും സാധാരണ പോലെ തോന്നുമായിരിക്കും. അതൊരു വലിയ ഒരു അത്ഭുത പരിപാടിയാണ്, വൻ പരിപാടിയാണ്. അപ്പോൾ ഇവരെടുക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇത് കഥ കേട്ടപ്പോൾ ഞാൻ പറഞ്ഞു കുഴപ്പം വരില്ലെന്ന് ഞാൻ അവർക്ക് ഗ്യാരണ്ടി കൊടുത്തു.
ഏതായാലും ഇങ്ങനെയുള്ള സംരംഭങ്ങളുടെ ഭാഗമാകാൻ നമുക്ക് സാധിച്ചില്ലെങ്കിൽ ഇങ്ങനെയൊക്കെയെങ്കിലും ഇതോട് നമ്മൾ ചേർന്ന് നിൽക്കണം എന്നുള്ളത് കൊണ്ടാണ് ഞാൻ വന്നത്. അതുകൊണ്ട് സിനിമ ഇത് കാണുന്ന പ്രേക്ഷകരും എന്നെ കേൾക്കുന്ന ആളുകളും ഈ സിനിമ ഉപേക്ഷിക്കരുത്. താങ്ക് യു സോ മച്ച് മമ്മൂക്ക. നമുക്കൊരു ചെറിയ റിക്വസ്റ്റ് ഉണ്ട്. ഈ സിനിമയിലെ കുറച്ച് മെയിൻ കഥാപാത്രങ്ങളുണ്ട്, അവരെ ഒന്ന് സ്റ്റേജിൽ വിളിച്ചിട്ട് നമുക്കൊരു ഫോട്ടോ എടുക്കാം. Can I please welcome ശോഭി ചേട്ടാ, ജോമോൻ, വിപിൻ, ഇനി anybody I'm missing? കനകം, ടെക്നീഷ്യൻസും വരാം നമ്മളുടെ ടെക്നീഷ്യൻസ് ഗ്രൂപ്പ്, ബോബി, നമ്മുടെ കൂടെ പ്രവർത്തിച്ച സംഗീത, വിവേക്, വിമൽ, അജീഷ് ആന്റോ, വൈഷ്ണവ്, ശ്രീകുട്ടൻ, MR രാജകൃഷ്ണൻ. പിന്നെ ഇവിടെ ഈ സിനിമയുടെ കൂടെ നമ്മുടെ കാസ്റ്റ് ആൻഡ് ക്രൂ പ്രവർത്തിച്ച എല്ലാവരെയും ഞാൻ ഈ ഒരു അവസരത്തിൽ ഒരു ഗ്രൂപ്പ് ഫോട്ടോ മലയാള സിനിമയുടെ ആശാന്റെ കൂടെ. തൗഫീഖ്, VFX ടീം കം. കുറച്ച് പാട്ടൊക്കെ പമ്പ് ചെയ്ത് വെച്ചോ, നല്ലൊരു മൊമെന്റ് അല്ലേ, നമ്മുടെ മമ്മൂക്കയല്ലേ നമ്മുടെ കൂടെ. Ladies and gentlemen, Guppy Cinemas അവതരിപ്പിക്കുന്ന in association with Wayfarer Films ആശാൻ എന്ന സിനിമയുടെ ട്രെയിലർ ലോഞ്ചിൽ നമ്മുടെ പ്രിയപ്പെട്ട പത്മഭൂഷൺ മമ്മൂക്ക എത്തിച്ചേർന്നിരിക്കുകയാണ്. ആ ടീമിന്റെ കൂടെ ഒരു ഫോട്ടോ ഓപ്പാണ്. അപ്പൊ ഓൾ ദി ബെസ്റ്റ്. നിങ്ങളോട് പറഞ്ഞിരിക്കുന്നത് നമ്മുടെ മമ്മൂക്കയാണ്. ഈ സിനിമ ഉപേക്ഷിക്കരുത്. വളരെ ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സിനിമയാണ്. സിനിമ വിതിൻ എ സിനിമ വിതിൻ എ സിനിമ. ആശാൻ എന്ന ചിത്രത്തിൽ നിന്ന് തീർച്ചയായിട്ടും വലിയ പ്രതീക്ഷകൾ തന്നെയാണ്. ഒരു പ്രൗഡ് മൊമെന്റ് ആണ്. ഫെബ്രുവരി 5-ാം തീയതിയാണ് ഈ സിനിമ തിയേറ്ററുകളിൽ എത്തുന്നത്. നമ്മുടെ കൂടെ ഇവിടെ എത്തിച്ചേർന്ന് നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്കയ്ക്ക് നല്ലൊരു ഗൈഡ് കൊടുക്കാം. മമ്മൂക്ക ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സിനിമയ്ക്ക് വേണ്ടിയും ഞങ്ങൾ ആകാംക്ഷയോടെ കാത്തിരിക്കുകയാണ്. എക്കാലവും നമ്മളുടെ മലയാള സിനിമയിൽ നിറസാന്നിധ്യമായ മമ്മൂക്ക ഉണ്ടാവണമെന്നൊരു ആഗ്രഹം ഞങ്ങൾക്കുണ്ട്. Thank you so much, Mammuka, for being a part of the film. ഈ സിനിമയിൽ നിരവധി പുതിയ ആൾക്കാർ മുന്നിലേക്ക് എത്തുന്നുണ്ട്. DOP പുതിയ ആളാണ്, കോസ്റ്റ്യൂം ഡിസൈനർ പുതുതായി എത്തുന്നതാണ്, പ്രൊഡക്ഷൻ കൺട്രോളർ ആദ്യമായി ചെയ്ത സിനിമയാണ്. VFX ടീം. അപ്പൊ എന്തായാലും നമ്മുടെ കൂടെ ഇവിടെ എത്തി. ഇതുവരെ ഈ സിനിമയുമായിട്ട് യാതൊരു ബന്ധവുമില്ലാത്ത മമ്മൂക്ക എത്തി ഈ സിനിമയ്ക്ക് നല്ല വാക്കുകൾ പറഞ്ഞിട്ടുണ്ട്. എന്ത് തോന്നുന്നു ജോൺ? പറയണമെന്ന് അറിയത്തില്ല. മമ്മൂക്കൊരു പേടിയായിരുന്നു മീറ്റ് ചെയ്യാൻ പോയപ്പോ. മമ്മൂക്കയുടെ ഇതിൽ കഥ പറയണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. പക്ഷെ ചെയ്തു കഴിഞ്ഞൊരു സിനിമയുടെ കഥ വന്ന് പറയേണ്ടി വരുമെന്ന് ഞാൻ എന്റെ ജീവിതത്തിൽ ഒരിക്കലും ആലോചിച്ചിട്ടില്ല. ഞാൻ ചെറിയൊരു കാര്യത്തിനായിട്ട് ചെന്നതാണ്. അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മമ്മൂട്ടിയുടെ പ്രസൻസ് ഉണ്ട്, മമ്മൂക്ക ഉണ്ട്, ഈ സിനിമയുടെ ഭാഗമാണ്. ഞങ്ങൾ ഈ സിനിമയിലൂടെ പറയുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് അത് മമ്മൂക്ക പറയുന്നുണ്ട്. അപ്പോൾ അതിനുവേണ്ടി ചെന്നതാണ്. പക്ഷെ എന്നെ അവിടെ ഇരുത്തി ഈ ഷൂട്ട് കഴിഞ്ഞ സിനിമയുടെ മുഴുവൻ കഥയും മമ്മൂക്ക പറയിപ്പിച്ചു. അത് ആക്ച്വലി എനിക്ക് അറിഞ്ഞുകൂടാ. സന്തോഷം, ആ സന്തോഷം അന്ന് തീർന്നു. ഇപ്പൊ അതിൽ താഴെയാണ് സത്യം പറഞ്ഞു. ഒന്ന് കാണാൻ പറ്റിയ എന്റെ സന്തോഷം തന്നെയായിരുന്നു. ഓക്കെ, താങ്ക് യു മമ്മൂക്ക. താങ്ക് യു സോ മച്ച്. നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക. John from Wayfarer Films, can I welcome Joe on stage? I don't know, they just told me. അവർക്ക് സ്നേഹം പറയാനായിരുന്നു. They want to say thank you in person. കേട്ടോളാം. Okay, okay, okay. I mean, what a lovely moment, yeah. Guppy Cinemasന്റെ കൂടെ Wayfarer Filmsഉം ചേർന്ന് ഇതിന്റെ ആ ഒരു പ്ലാറ്റ്ഫോം തന്നെ വലുതാക്കി. ഇപ്പോൾ ഇത് ആശാൻ എന്ന ചിത്രം ഒരു ചെറിയ ചിത്രമാണ് എന്ന് നിങ്ങൾ പറയുമ്പോൾ പോലും മലയാളക്കരയ്ക്ക് അത് അങ്ങനെയല്ല. അത് ഞങ്ങൾ കാണുന്നത് ഒരു വലിയ ചിത്രം ആയി തന്നെയാണ്. ബിക്കോസ് ഇതിൽ മെയിൻ കഥാപാത്രമായി ആശാനായി എത്തുന്നത് നമ്മളുടെ ഇന്ദ്രൻ ചേട്ടനാണ്. ഇന്ദ്രൻ ചേട്ടാ, ആശാനെ കുറിച്ച് 2 വാക്ക്. ആശാൻ ഒന്നും പറയൂല. ആശാൻ ആ ഫോട്ടോയില്ലല്ലോ. ആശാനെ കൂടെ എടുക്കാവോ മമ്മൂക്ക? കനക ചേച്ചി അടുത്ത് നിന്നോ? ചേച്ചി ഇപ്പുറത്തേക്ക് വാ, അല്ലെങ്കിൽ കാണൂല. Woo!
രോമാഞ്ച ടീം തിരിച്ച് രണ്ടുപേർക്ക് പറ ആശാനെ കുറിച്ച്. അല്ല, നമുക്ക് പോയിട്ട് പോലെ അല്ലേ? നമുക്ക് എപ്പോഴൊന്നും പോകില്ല, നമുക്ക് ഫോട്ടോ എടുത്ത് നിൽക്കുവാണ്. സോ ക്യൂട്ട്. വാട്ട് എ ബ്യൂട്ടിഫുൾ മൊമെന്റ് അല്ലെ? മലയാളത്തിലെ, ഇന്ത്യയിലെ തന്നെ ലെജൻഡറി ആയ നമ്മളുടെ മമ്മുക്ക മലയാള സിനിമയിൽ നിരവധി ന്യൂ കമേഴ്സിനെ എൻകറേജ് ചെയ്യാൻ വേണ്ടി. നമുക്കറിയാം മമ്മുക്ക എത്രയോ നാളായിട്ട് പുതിയ കുറെ കലാകാരന്മാരെ പ്രോത്സാഹിപ്പിക്കുന്ന ഒരു ലെജൻഡറി ആക്ടർ ആണ്. ആൻഡ് ടുഡേ ഹി കണ്ടിന്യൂസ് ഇൻ ദാറ്റ് സ്ട്രീം. The only big question is എങ്ങനെയാണ് മമ്മൂക്ക എന്നും ഇത്രയും യൂത്ത്ഫുൾ ആയിട്ട് നിൽക്കുന്നത്? അതിന് മാത്രം ഒരു ഉത്തരവില്ല. സീക്രട്ട് ആണെങ്കിൽ മമ്മൂക്ക പറഞ്ഞു തരത്തില്ല.